എറണാകുളത്ത് കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന പാരിയത്തുകാവ് നഗറിലെ കുടുംബങ്ങൾക്ക് ഐക്യദാർഢ്യവുമായി സിപിഐഎം വർഗ ബഹുജന സംഘടനകൾ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. പ്രശ്നപരിഹാരത്തിനായി ജില്ലാ കളക്ടറുടെ സാന്നിധ്യങ്ങളിൽ ഇന്ന് രാത്രി ചർച്ച നടക്കും. കുടുംബങ്ങളുമായി സംസാരിക്കാൻ മന്ത്രി റോജി എം ജോണിനെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അഭിഭാഷക കമ്മീഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പാരിയത്തുകാവിൽ നടന്ന കുടിയൊഴിപ്പിക്കൽ ശ്രമത്തിനിടെയാണ് ദളിത് കുടുംബങ്ങൾക്ക് നേരെ പോലീസ് അതിക്രമം ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് സിപിഐഎം വർഗ ബഹുജന സംഘടനകൾ കൂടി സമരത്തിന് പിന്തുണയുമായി എത്തിയത്. സിപിഐഎം എറണാകുളം ജില്ലാ കമ്മിറ്റി നേരത്തെ തന്നെ സമരത്തിന് പിന്തുണ നൽകിയിരുന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സദസ്സ് മുൻ മന്ത്രിയും സംഘടനാ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഭരണം മാറിയതോടെ പോലീസിന്റെ സമീപനത്തിൽ മാറ്റം വന്നതായി ആർ ബിന്ദു കുറ്റപ്പെടുത്തി. ഈ കുടുംബങ്ങൾക്ക് വേണ്ടുന്ന സംരക്ഷണം ഒരുക്കാൻ UDF ഗവൺമെൻറ് തയ്യാറാകണം. ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഏറെ സമയം കഴിയുമ്പോൾ തന്നെ പോലീസിൻ്റെ സ്വഭാവം മാറി എന്നുള്ളത് വളരെ അത്ഭുതകരമായിരിക്കുന്നു, വിചിത്രമായിരിക്കുന്നു. പ്രതിഷേധാർഹമായിട്ടുള്ള അപലപനീയമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ പ്രദേശത്തുണ്ടായത്. അഡ്വക്കേറ്റ് കമ്മീഷന്റെ നടപടി പക്ഷപാതപരമാണെന്നും ഉടമസ്ഥാവകാശം ഉന്നയിക്കുന്ന ശങ്കരൻ നായർക്കുൾപ്പെടെ നോട്ടീസ് നൽകിയിട്ടും മറുപടി ഉണ്ടായിട്ടില്ലെന്നും മുൻ MLA PV ശ്രീനിജൻ പറഞ്ഞു. ശങ്കരൻ നായർക്ക് അടക്കം ഞങ്ങൾ നോട്ടീസ് കൊടുത്തു. ആ നോട്ടീസിന് നിർഭാഗ്യവശാൽ ഇവരാരും മറുപടി തന്നിട്ടില്ല. ശങ്കരൻ നായരും ഒരു റെക്കോർഡ്സും ഇതുവരെ തന്നിട്ടില്ല. അതോടൊപ്പം തന്നെ പെരിയാർ വാലി ഔദ്യോഗികമായിട്ട് കത്ത് കൊടുത്തു അഡ്വക്കേറ്റ് കമ്മീഷന്. അതിനും യാതൊരു മറുപടി ഉണ്ടായിട്ടില്ല. മലയിടം തുരുത്ത് പാരിയത്തുകാവ് നഗറിലെ 19 ഏക്കറോളം പുറമ്പോക്ക് ഭൂമിയിൽ 2.65 ഏക്കറാണ് തർക്കഭൂമി. 8ഓളം കുടുംബങ്ങളെ ഇവിടെ നിന്ന് കുടിയിറക്കാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം നടക്കുന്നത്. പോലീസ് അതിക്രമം വിവാദമായതോടെ പാരിയത്തുകാവിലെ കുടുംബങ്ങളുമായി സംസാരിക്കാൻ മന്ത്രി റോജി എം ജോണിനെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.